നമസ്കാരം. അക്ഷയ കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്കും പുതുതായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളിപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവർ ഈ പെൻഷൻ വാങ്ങുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ അവസാന നിമിഷം വരെ കാണുക. കാരണം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കർഷക തൊഴിലാളി പെൻഷന്റെ മുഴുവൻ അർഹത മാനദണ്ഡങ്ങളാണ്. ഈ മാനദണ്ഡങ്ങൾ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പിന്നീട് അപേക്ഷ നിരസിക്കപ്പെടുകയോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തടസ്സപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനാൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ അർഹർ, ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ അർഹത നഷ്ടപ്പെടാം, ഇവയെല്ലാം വിശദമായി പരിശോധിക്കാം. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഈ പെൻഷന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ വർഷങ്ങളോളം കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഇവർക്ക് പലപ്പോഴും സ്ഥിരവരുമാനമോ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പ്രായമാവുമ്പോൾ ജോലി ചെയ്യാൻ സാധിക്കാതെ വരും. അത്തരം സാഹചര്യത്തിൽ ജീവിത ചിലവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് പരിഗണിച്ചാണ് സർക്കാർ കർഷക തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും നൽകുന്ന പദ്ധതിയല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും യഥാർത്ഥത്തിൽ കൃഷി തൊഴിൽ ചെയ്യുന്നവരുമായ ആളുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതുകൊണ്ടാണ് നിരവധി അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ മാനദണ്ഡം, കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വ്യക്തിയുടെ വരുമാനം മാത്രമല്ല, കുടുംബത്തിന്റെ മൊത്തം വരുമാനമാണ് പരിഗണിക്കുന്നത്. ഉദാഹരണത്തിന്, വീട്ടിലെ മകൻ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, മകൾക്ക് നല്ല ശമ്പളമുള്ള ജോലിയുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് സ്ഥിരമായ ബിസിനസ് വരുമാനമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ അർഹത സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് വരുമാന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കണം. ഇനി രണ്ടാമത്തെ മാനദണ്ഡം, അപേക്ഷകന് 60 വയസ്സ് പൂർത്തിയായിരിക്കണം. 59 വയസ്സും 11 മാസവുമുള്ള ഒരാൾക്ക് പോലും സാധാരണയായി അർഹത ലഭിക്കില്ല. അതുകൊണ്ട് വയസ്സ് തെളിയിക്കുന്ന രേഖകൾ വളരെ പ്രധാനമാണ്. ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, ആധാർ കാർഡ്, SSLC ബുക്ക്, ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കേണ്ടി വരാം. പ്രധാനമായും ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലുള്ളത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ മാനദണ്ഡം, സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ഉദാഹരണത്തിന്, സർക്കാർ ജീവനക്കാരായി വിരമിച്ച ഒരാൾക്ക് ഇതിനകം തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കില്ല. കുടുംബ പെൻഷൻ വാങ്ങുന്നവർക്കും ഇതേ നിബന്ധന ബാധകമാണ്. കാരണം സർക്കാർ ഒരേ വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുന്നത് നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി നാലാമത്തെ മാനദണ്ഡം, കേരളത്തിൽ താമസം, അതായത് കുറഞ്ഞത് 10 വർഷമായി കേരളത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ്. മറ്റൊരു സംസ്ഥാനത്ത് താമസിച്ചിരുന്ന വ്യക്തി കേരളത്തിലേക്ക് മാറിയിട്ട് കുറച്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ അർഹത ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. അതിനാൽ സ്ഥിരതാമസം തെളിയിക്കുന്ന രേഖകൾ സൂക്ഷിക്കണം. ഇനി അഞ്ചാമത്തെ മാനദണ്ഡം, ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ അർഹത ലഭിക്കില്ല. ഇവിടെ സർക്കാർ പറയുന്നത് വളരെ വ്യക്തമാണ്. ആദായ നികുതി നൽകാൻ ശേഷിയുള്ള വ്യക്തി സാമ്പത്തികമായി പിന്നോക്കം വിഭാഗത്തിൽ പെടുന്നില്ല എന്നത് പൊതുവായ വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ നിബന്ധന വെച്ചിരിക്കുന്നത്. ഇനി ആറാമത്തെ മാനദണ്ഡം, ഇതാണ് ഏറ്റവും നിർണായകമായ നിബന്ധന. അപേക്ഷകൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും കർഷക തൊഴിലാളിയായി ജോലി ചെയ്തിരിക്കണം. പലർക്കും ഇവിടെ സംശയമുണ്ട്. ഞാൻ കൃഷിയിടത്തിൽ ഇടയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ സ്ഥിരമായി കൃഷിപ്പണിക്ക് പോയിട്ടുണ്ട്, എന്നാൽ അത് തെളിയിക്കാൻ രേഖകൾ ആവശ്യമായേക്കാം. അതുകൊണ്ട് ക്ഷേമനിധി അംഗത്വം വളരെ പ്രധാനമാണ്. കൃഷി തൊഴിൽ ചെയ്തതിൻ്റെ തെളിവുകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഏഴാമത്തെ നിബന്ധന, അപേക്ഷകന്റെയോ കുടുംബത്തിന്റെയോ പേരിൽ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവരുത്. ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്നത് എന്തെന്നാൽ, എൻ്റെ പേരിൽ ഭൂമിയില്ല, എന്നാൽ കുടുംബത്തിന്റെ പേരിൽ ഭൂമി ഉണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടാം. അതുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശ വിവരങ്ങൾ കൃത്യമായിരിക്കണം. ഇനി എട്ടാമത്തെ മാനദണ്ഡം, കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിരിക്കണം. ഇത് നിർബന്ധമായ നിബന്ധനയാണ്. അംഗത്വം ഇല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി 9ാമത്തെ മാനദണ്ഡം, 1000 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടാവരുത്. ഇവിടെ സർക്കാർ പരിശോധിക്കുന്നത് അപേക്ഷകന്റെ സാമ്പത്തിക സ്ഥിതിയാണ്. വില കൂടിയ വാഹനങ്ങൾ സ്വന്തമായി ഉള്ളവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരല്ല എന്നതാണ് പൊതുവായ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ നിയന്ത്രണം. ഇനി 10ാമത്തെ മാനദണ്ഡം,
തോട്ടം തൊഴിലാളികൾക്ക് ഈ വിഭാഗത്തിൽ അർഹതയില്ല. കാരണം തോട്ടം തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമനിധി പദ്ധതികൾ ഉള്ളത് കൊണ്ടാണ് ആ ഒരു നിബന്ധന. ഇനി 11ാമത്തെ മാനദണ്ഡം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ വകുപ്പിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരാൾക്ക് ഇതിനകം പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കില്ല, അതിനുള്ള അർഹതയില്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരുന്ന ഒരാൾക്കും ഇതേ സമയം ഈ നിയമം ബാധകമാണ്. സർക്കാർ ഇവിടെ പരിശോധിക്കുന്നത് സാമ്പത്തിക സുരക്ഷയാണ്. ഇതിനകം സ്ഥിരമായ പെൻഷൻ ലഭിക്കുന്നവർക്ക് വീണ്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകേണ്ട സാഹചര്യം ഇല്ല എന്നാണ് സർക്കാരിന്റെ നയം. ഇനി 12ാമത്തെ മാനദണ്ഡം, പലർക്കും ഈ നിബന്ധനയുടെ അർത്ഥം വ്യക്തമല്ല. അതായത് അപേക്ഷകൻ അഗതി ആയിരിക്കണം എന്നുള്ളത്. അഗതി എന്നത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ്. അതായത് ജീവിത ചെലവുകൾ കണ്ടെത്താൻ പ്രയാസമുള്ളവർ, സ്ഥിര വരുമാനമില്ലാത്തവർ, സഹായം ആവശ്യമായവർ എന്നിവരാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതിനാൽ സാമ്പത്തികമായി നല്ല നിലയിലുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കണമെന്നില്ല. ഇനി 13ാമത്തെ മാനദണ്ഡത്തിലേക്ക് പോവാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നവർ അർഹരല്ല. അതായത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവർക്കും ഈ നിബന്ധന ബാധകമാണ്. ഉദാഹരണത്തിന് പൊതുമേഖലാ ബാങ്കുകൾ, പൊതുമേഖലാ കമ്പനികൾ, പൊതുമേഖലാ കോർപ്പറേഷനുകൾ, ഇവിടങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻ വാങ്ങുന്നവർക്ക് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കില്ല. ഇതൊക്കെയാണ്. ഇനി അടുത്ത മാനദണ്ഡം 14ാമത്തെ മാനദണ്ഡമാണ്. അതായത് ഇത് മറ്റ് സാമൂഹിക പെൻഷനുകൾ വാങ്ങുന്നവർ, അതാണ് 14ാമത്തെ മാനദണ്ഡം. പക്ഷെ ഇവിടെയാണ് പലർക്കും വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഒരാൾ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ വീണ്ടും കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കില്ല. കാരണം ഒരേ വ്യക്തിക്ക് ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നത് അനുവദീയമല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വൈകല്യമുള്ളവർക്ക് ഇളവുകൾ ഉണ്ടായേക്കാം. എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണം എന്ന ചോദ്യമുണ്ട്. കാരണം സർക്കാരിന്റെ ലക്ഷ്യം കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കുക എന്നതാണ്. ഒരു വ്യക്തിക്ക് 2-3 പെൻഷൻ നൽകുന്നതിനേക്കാൾ പെൻഷൻ ലഭിക്കാത്ത മറ്റൊരാൾക്ക് സഹായം നൽകുക എന്നതാണ് നയം. ഇനി 15ാമത്തെ മാനദണ്ഡം, വ്യത്യസ്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ വാങ്ങാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. ചിലർ താമസം മാറിയ ശേഷവും പഴയ പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തുടർന്നേക്കാം. ഇത് പിന്നീട് പരിശോധനയിൽ കണ്ടെത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു വ്യക്തിക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രമേ പെൻഷൻ ലഭിക്കാൻ പാടുകയുള്ളൂ. ഇനി അടുത്തത് 16ാമത്തെ മാനദണ്ഡം, അപേക്ഷകൻ യാചകനായിരിക്കരുത് എന്നുള്ളതാണ്. ഈ നിബന്ധന പലർക്കും അതിശയകരമായി തോന്നാം. എന്നാൽ സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇത് വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷകന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഈ കാര്യം കൂടി പരിഗണിക്കും. ഇനി 17ാമത്തെ മാനദണ്ഡം, അഗതി മന്ദിരത്തിലെ അന്തേവാസികൾ അർഹരല്ല. അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം, താമസം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിനാൽ ഈ പെൻഷൻ അർഹത ലഭിക്കില്ല. ഇത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. ഇനി 18ാമത്തെ മാനദണ്ഡം, താമസിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിൽ തന്നെ അപേക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർ പഴയ വിലാസം ഉപയോഗിച്ച് അപേക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അപേക്ഷകൻ യഥാർത്ഥത്തിൽ സ്ഥിരമായി താമസിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത്. ഇനി 19ാമത്തെ മാനദണ്ഡം, വലിയ കോൺക്രീറ്റ് വീടുള്ളവർക്ക് അർഹതയില്ല എന്നുള്ളതാണ്. അതായത് ഇതിപ്പോ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് വീടുള്ളവർക്ക് അർഹത ലഭിക്കില്ല എന്നുള്ളതാണ് 19ാമത്തെ അവസാനത്തെ മാനദണ്ഡം. സർക്കാർ എന്തുകൊണ്ടാണ് ഈ നിബന്ധന കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, കാരണം വലിയ വീടുകൾ സാമ്പത്തിക ശേഷിയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ പെൻഷൻ നൽകേണ്ടതെന്ന് നിലപാടും സർക്കാരിനുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, AC ഉണ്ടെങ്കിൽ പെൻഷൻ കിട്ടില്ല എന്നുള്ള ചോദ്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. നിലവിലുള്ള ഔദ്യോഗിക മാനദണ്ഡങ്ങളിൽ AC ഉണ്ടെങ്കിൽ പെൻഷൻ കിട്ടില്ല എന്ന് നേരിട്ട് പറയുന്നില്ല. എന്നാൽ വീടിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ വീട്ടിലെ സൗകര്യങ്ങൾ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, ഭൂമി, വീടിന്റെ വലിപ്പം ഇവയെല്ലാം പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവർക്ക് അർഹത സംബന്ധിച്ച് പരിശോധനകൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. കാർ ഉണ്ടെങ്കിൽ പെൻഷൻ കിട്ടില്ല എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. ഇവിടെയും പലരും തെറ്റിദ്ധരിക്കുന്നത് ഏത് കാറാണെന്നുള്ളതാണ് പ്രധാന കാര്യം. കാരണം 1000 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള
സ്വകാര്യ വാഹനങ്ങൾ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. അതിനാൽ വാഹന വിവരങ്ങൾ കൃത്യമായി നൽകേണ്ടതാണ്. അതുപോലെ നിലവിൽ പെൻഷൻ വാങ്ങുന്നവർ നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് പരിശോധിക്കുക. ഭൂമി, വരുമാനം, വാഹനം, വീട്, മറ്റ് പെൻഷനുകൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. സർക്കാർ ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യത്തിൽ അർഹരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ അനർഹരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ഭാവിയിൽ കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രേഖകളിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, കർഷക തൊഴിലാളി പെൻഷൻ യഥാർത്ഥത്തിൽ അർഹരായ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ഒരു പ്രധാന സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. അതിനാൽ എല്ലാ മാനദണ്ഡങ്ങളും മനസ്സിലാക്കി മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.